24 സെൻറ്റിമീറ്റർ ഉയരവും 6 സെൻറ്റിമീറ്റർ ബേസ് റേഡിയസും ഉള്ള കോൺ ഉരുക്കി ഗോളത്തിൻ്റെ രൂപത്തിലാക്കുന്നു. ഗോളത്തിൻ്റെ ആരം എത്ര? ഇവിടെ ഒരു കോൺ ഉരുക്കാണ്. കോൺ എന്ന് പറഞ്ഞാൽ വൃത്തസ്തൂപികയാണ്. കോൺ എന്ന് പറഞ്ഞാൽ വൃത്തസ്തൂപികയുടെ ആകൃതിയാണിത്. അപ്പോൾ കോൺ എന്ന് പറഞ്ഞാൽ വൃത്തസ്തൂപിക ഉരുക്കുന്നു, മെൽറ്റ് ചെയ്യുന്നു. എന്നിട്ട് എന്തുണ്ടാക്കുകയാണ്? ഗോളം ഉണ്ടാക്കുകയാണ്, സ്ഫിയർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഒരു വൃത്തസ്തൂപിക ഉരുക്കിയിട്ട് ഗോളം ഉണ്ടാക്കുന്നു. വൃത്തസ്തൂപിക ഉരുക്കി ഗോളം ഉണ്ടാക്കുന്നു. ഉരുക്കി ഉണ്ടാക്കുമ്പോൾ ഏതുരുക്കുന്നുവോ ഏതുണ്ടാക്കുന്നുവോ അതിൻ്റെ വ്യാപ്തങ്ങൾ തുല്യം. ഒരു വസ്തു ഉരുക്കി മറ്റൊരു വസ്തു ഉണ്ടാക്കുമ്പോൾ ഏതുരുക്കുന്നുവോ ഏതുണ്ടാക്കുന്നുവോ അതിൻ്റെ രണ്ടിൻ്റെ വ്യാപ്തങ്ങൾ തുല്യം. ഇവിടെ ഏതാ ഉരുക്കുന്നത്? കോൺ, അതായത് വൃത്തസ്തൂപിക. വൃത്തസ്തൂപികയുടെ വ്യാപ്തവും എന്താ ഉണ്ടാക്കുന്നത്? ഗോളം. ഗോളത്തിൻ്റെ സ്ഫിയർ, ഗോളത്തിൻ്റെ വ്യാപ്തവും തുല്യം. ഒരു സൂത്രവാക്യം എഴുതുക. വൃത്തസ്തൂപികയുടെ വ്യാപ്തം സൂത്രവാക്യം 1/3 പൈ r സ്ക്വയർ h സമം ഗോളത്തിൻ്റെ വ്യാപ്തം സൂത്രവാക്യം 4/3 പൈ r ക്യൂബ്. ഇതൊരു സമവാക്യമാണ്. ഇരുവശത്തും ഒരുപോലുള്ളത് വെട്ടിക്കളയാം. 3/3 നമുക്ക് വെട്ടിക്കളയാം. പൈയും വെട്ടിക്കളയാം. ബാക്കി ഒന്നുകൊണ്ട് ഗുണിക്കുമ്പോൾ മാറ്റം വരില്ല. ബാക്കി r സ്ക്വയർ h. ഇതേതാ? വൃത്തസ്തൂപികയുടെ. r പറഞ്ഞാൽ ആരാണ്? റേഡിയസ്. എത്രയാണ്? 6. അപ്പോൾ നമുക്ക് r സ്ക്വയർ കൊടുത്ത് 6 × h അതിൻ്റെ ഉയരം എത്രയാണ്? 24. അപ്പോൾ നമുക്ക് വൃത്തസ്തൂപികയുടെ വില കൊടുത്തു. സമം ഇപ്പുറത്ത് 4r ക്യൂബ്. 4 × r ക്യൂബ്. ഇതേതാ? ഗോളത്തിൻ്റെ. അതാണ് നമുക്ക് കാണേണ്ട ഗോളത്തിൻ്റെ ആരം. അപ്പോൾ r ക്യൂബ് അതുപോലെ ഇട്ടു. നമുക്ക് ഇതിന്ന് r ക്യൂബ് കാണാൻ ഇൻറ്റു 4 ഇങ്ങോട്ട് വരുമ്പോൾ /4 എന്നാവും. അപ്പോൾ r ക്യൂബ് സമം ഇൻറ്റു 4 ഇങ്ങോട്ട് വരുമ്പോൾ /4. അപ്പോൾ 6 × 6 6 × 24/4. നമുക്ക് ഈ 4ഉം 24 പിടിച്ചെടുക്കുമ്പോൾ 6 എന്ന് വരും. ഇപ്പോൾ എന്ത് കിട്ടി? r ക്യൂബ് സമം 6 × 6 × 6 എന്നാൽ 6 ക്യൂബാണ്. 6 × 6 × 6 6 ക്യൂബ്. ഇതൊരു സമവാക്യമാണ്. നോക്കൂ, ഇവിടെ കൃതികൾ തുല്യമാണ്. r ക്യൂബ് സമം 6 ക്യൂബ്. കൃതികൾ തുല്യമാണ്, എക്സ്പോണൻസ് തുല്യമാണ്. അപ്പോൾ പാദസംഖ്യകൾ തുല്യമായിരിക്കും. കൃതികൾ തുല്യമാണെങ്കിൽ പാദങ്ങൾ തുല്യം, ബേസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ r സമം 6 എന്ന് എഴുതാം. r സമം 6, അതായത് ഗോളത്തിൻ്റെ ആരം 6 സെൻറ്റിമീറ്റർ.